കർക്കിടകം രാശി. കർക്കിടകം രാശി പുണർദത്തിൻ്റെ കാൽഭാഗവും അതുപോലെ തന്നെ പോയവും ആയില്യവും കൂടി ചേരുന്ന ഒരു രാശിയാണ് കർക്കിടകം രാശി. വളരെയധികം അനുകൂലപരമായിട്ടുള്ള ഒരു വർഷമാണ് 2026. കാരണം ശനി 9ാം ഭാവത്തിലാണ് നിൽക്കുന്നത്, അതായത് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. വ്യാഴം ജൂൺ 2 വരെ 12ാം ഭാവത്തിൽ നിന്നിരുന്നു, പക്ഷേ 1ാം ഭാവത്തിലേക്ക് വരികയാണ്. മൗഢ്യത്തിൽ നിന്നും വ്യാഴം ലഗ്നത്തിലേക്ക് വരുമ്പോൾ 1ാം ഭാവത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായും അനുകൂലകരമായിട്ടുള്ളൊരു അവസ്ഥയാണ് ഈ പറഞ്ഞ പുണർദം നക്ഷത്രക്കാർക്ക്, അതായത് അതിൻ്റെ കാൽഭാഗക്കാർക്കും പിന്നെ ആയില്യം പുണർദം പോയോ ആയില്യം കൂടി ചേരുന്ന ഈ കർക്കിടകം രാശിക്കാർക്ക് വരുന്നത്. 2026 ആദ്യ പകുതി സാമ്പത്തികപരമായിട്ട് വളരെ അനുകൂലമായിരിക്കും സാധ്യത വളരെ കുറവാണ്. എന്നുവെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ വ്യാഴം 12ൽ നിന്നും 1ലേക്ക് കടന്നു വരാൻ ജൂൺ 2 ശേഷമാണ് അത് വരികയുള്ളൂ. അപ്പോൾ ആദ്യത്തെ പകുതി എന്ന് പറയുമ്പോൾ സാമ്പത്തികപരമായിട്ട് കുറച്ച് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ട ഒരു സാഹചര്യം വരും. പക്ഷേ ഒരു തരത്തിലും അത് ബുദ്ധിമുട്ടായിട്ട് നമുക്ക് വരികയില്ല. എങ്കിൽ കൂടി നമ്മൾ കുറച്ചുകൂടി എന്താ പറയുക, ഒന്ന് ഇറങ്ങി, അതായത് ഒരു പരിശ്രമം ആവശ്യമാണ് എന്ന് വേണമെങ്കിൽ പറയാം. വിദേശ യാത്രകൾ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു 2026 കാണുന്നുണ്ട്. കാരണം വ്യാഴം 1ാം ഭാവത്തിലേക്ക് ജൂൺ 2 ശേഷം വരുമ്പോൾ അത് ജന്മത്തിലേക്ക് വരികയാണ്, നമ്മുടെ ലഗ്നത്തിലേക്ക് വരികയാണ്. അപ്പോൾ ആത്മവിശ്വാസം കുറച്ചുകൂടി വർദ്ധിക്കുമെന്നാണ് പറയുക. തൊഴിൽപരമായിട്ടുള്ള മേഖലയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നവർക്കും പുതിയതായി സംരംഭങ്ങൾ തേടുന്നവർക്കുമൊക്കെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും ആ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ തൊഴിലിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുവാനും അതിൽ നിന്ന് നമുക്ക് സംതൃപ്തികരമായ ഒരു ഉയർച്ച അല്ലെങ്കിൽ ഒരു വികസന സാധ്യത തെളിഞ്ഞു കാണുവാനും ഒക്കെ കഴിയുന്ന അനുകൂലപരമായ ഒരു വർഷമാണ് 2026. ബന്ധങ്ങളിലേക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വ്യാഴത്തിൻ്റെ അനുകൂലകരമായ ഒരു സാഹചര്യം 2ാം പകുതിയിൽ വരുന്നുണ്ട്. 1ാം പകുതിയിൽ 12ലാണ് നിന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം ജൂൺ 2 ശേഷം 1ാം ഭാവത്തിലേക്ക് വരുമ്പോൾ അനുകൂലപരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമുണ്ട്. ബന്ധങ്ങളിൽ എടുക്കാൻ കഴിയും. അതായത് നിലവിലുണ്ടായിരുന്ന എന്തെങ്കിലും കുടുംബ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജ്യേഷ്ഠാനുജന്മാരായിട്ടോ സഹോദരി സഹോദരന്മാരായിട്ടോ ഒക്കെയുള്ള നിലവിലുള്ള ഏതെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ, അതായത് സൗന്ദര്യപണക്കങ്ങളോ അനിഷ്ടകരമായിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള അങ്ങനെയുള്ള ഇടപാടുകൾ മൂലമുണ്ടാകുന്ന പ്രയാസങ്ങൾ, കുടുംബപരമായിട്ടുള്ള പ്രയാസങ്ങൾ, ഇതൊക്കെ മെച്ചപ്പെടുത്തിയെടുക്കാൻ അല്ലെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനും നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനും ഒക്കെ കഴിയുന്ന ഒരു വർഷം കൂടിയാണ്. ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു ഇതാണ്. 2ാം പകുതി ആകുമ്പോഴത്തേക്കും സഹോദരങ്ങളടക്കം നമുക്ക് അനുകൂലമായിട്ട് വരുമെന്നാണ് പറയാൻ സാധിക്കുക. ധനപരമായിട്ട് നോക്കുമ്പോൾ 2026 ആദ്യ പകുതി അഥവാ ജനുവരി മുതൽ ജൂൺ വരെ ചിലവുകളൊക്കെ ഒന്ന് നിയന്ത്രണ വിധേയമാക്കണം, ശ്രദ്ധിക്കണം. കാരണം അനാവശ്യമായിട്ടുള്ള ചിലവുകൾ വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഒന്ന് ചിന്തിച്ച് ധനവിനിയോഗം നടത്തുന്നതിലൊന്ന് ശ്രദ്ധ വയ്ക്കുകയാണെങ്കിൽ അതൊന്ന് നിയന്ത്രണ വിധേയമാക്കിയാൽ ബാക്കി ഒക്കെ നമുക്ക് ശരിയാക്കിയെടുക്കാൻ പറ്റും. 2ാം പകുതി ആകുമ്പോഴത്തേക്കും ഈ തൊഴിൽ മേഖലയിൽ നിന്നും മറ്റുമൊക്കെ നമുക്ക് ഗുണപരമായ നേട്ടങ്ങൾ ഉണ്ടായി തുടങ്ങുമ്പോൾ സാമ്പത്തിക സ്ഥിതിയും മെച്ചപ്പെടും. അങ്ങനെ നമുക്ക് കുറച്ചുകൂടി സമാധാനപരമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു നല്ല വർഷമാണ് 2026. ആരോഗ്യപരമായിട്ട് നോക്കുമ്പോൾ വ്യാഴം 12ൽ മറഞ്ഞിരിക്കുന്ന ആദ്യ പകുതിയിൽ ഞാൻ പറഞ്ഞല്ലോ മൗഢ്യമായി നിൽക്കുന്നത് കൊണ്ട് ആദ്യ പകുതിയിൽ ആരോഗ്യസ്ഥിതിയിൽ അത്ര കണ്ട് മെച്ചപ്പെട്ട ഒരു അവസ്ഥ ഉണ്ട് എന്ന് പറയുക വയ്യ. എങ്കിലും നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ, അതായത് നേരത്തെ മറ്റു രാശിക്കാർക്കൊക്കെ ഞാൻ പറയാറുള്ളത് പോലെ ഭക്ഷണക്രമങ്ങൾ, അതായത് കൃത്യമായി നമ്മുടെ രോഗത്തെ ഉണ്ടാക്കുന്നതും രോഗത്തെ ഇല്ലാതാക്കുന്നതും നാം കഴിക്കുന്ന ഭക്ഷണമാണ്. ആ ഭക്ഷണം ഏതൊക്കെയായിരിക്കണം? മിതമായ ആഹാരം, ഹിതമായ ആഹാരം, ഇതാണ് ഒരു അതിൻ്റേതായ ഒരു അന്നശാസ്ത്രം. അപ്പോൾ ഹിതവും മിതവുമായ ഭക്ഷണം നമുക്ക് കഴിക്കുക. അതുപോലെ തന്നെ വ്യായാമങ്ങൾ എപ്പോഴും അത് ശ്രദ്ധിക്കണം. പിന്നെ ഏതെങ്കിലും രീതിയിലുള്ള ചികിത്സാ സമ്പ്രദായങ്ങളുണ്ടെങ്കിൽ അത് തുടരുക. അങ്ങനെ അതായത് നമ്മുടെ ആരോഗ്യസ്ഥിതിക്ക് ഏതൊക്കെ അനുകൂലമായിട്ടുള്ള അവസ്ഥകളാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്ന് സ്വയം കണ്ടെത്തുക. അതുപോലെ ആരോഗ്യത്തെ ഒന്ന് സംരക്ഷിക്കേണ്ടതാണ് എന്നുകൂടി നമുക്കിതിൽ പറയാൻ കഴിയും. അതിന് ഈ വർഷം തന്നെ 2026 ഈ ഒരു രാശിക്കാർക്ക് വളരെ, അതായത് ഒരു 65-70% അനുഭവങ്ങൾ കൂടുതൽ, അതായത് ഗുണഫലങ്ങളുടെ അനുഭവങ്ങൾ അനുഭവിക്കാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് വളരെ കൃത്യമായി ചിട്ടപ്പെടുത്തിയ ഒരു ജീവിത രീതി അനുവർത്തിച്ച് പോവുക. ഗുണം വരും. എല്ലാം കൊണ്ടും വളരെ നല്ലൊരു വർഷമാണ് 2026. പ്രണാമം.